ഗായ്സ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നോൽമ്പൊക്കെ ആവാറായില്ലേ? അപ്പോൾ ഒന്ന് അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അത്താഴത്തിനാകുമ്പോൾ നമുക്ക് എണീക്കുമ്പോൾ ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തൈരോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കുറച്ച് കഴിക്കും. അപ്പോൾ അതിനായിട്ടൊന്ന് അച്ചാർ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നാരങ്ങയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4 പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ചിലരുണ്ടാക്കിയാൽ നല്ല കയ്പ്പുണ്ടാവും കേട്ടോ. ഇതൊട്ടും കയ്പ്പുണ്ടാവില്ല, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ കേടുവരാതെ സൂക്ഷിച്ച് എത്ര മാസങ്ങൾ വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെച്ചാൽ കേടുവരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക, നാരങ്ങ ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മുളകും കൂടി വെച്ച് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വിനാഗിരിയും കൂടി ഒഴിച്ച് ഇതുപോലൊരു കണ്ടെയ്നറിലോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരാഴ്ചത്തോളം ഇതുപോലെ അങ്ങ് ഇരിക്കണം കേട്ടോ, ഉപ്പിലിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഉപ്പിലിട്ട് വെച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാനിതിന് ഈ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക, നല്ലെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടിയോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കൈപ്പിടിയോളം ഇട്ട് കൊടുക്കുക. ഞാൻ മാങ്ങാഞ്ചി ഉള്ളതുകൊണ്ട് മാങ്ങാഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇതുപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പിട്ട് വെച്ച നാരങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി വേറൊരു അച്ചാറും കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം കടുക് പൊടി ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചീനച്ചട്ടി ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാനിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അച്ചാർ സെറ്റാവുക. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്താൽ ഇതിന് ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂടാറിയ ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിലോട്ട് നമുക്ക് നാരങ്ങ അച്ചാർ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കിട്ടു അച്ചാറാണ്. നിങ്ങൾക്ക് അച്ചാർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.